ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സീസണിലെ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കൊൽക്കത്തൻ ഭീമന്മാരായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ ഞായറാഴ്ച ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നേരിടും. പഞ്ചാബ് എഫ് സിയോട് തോറ്റ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം വിജയമാണ് ലക്ഷ്യമിടുന്നത്. ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയോട് 1-0 പരാജയപ്പെട്ടാണ് ഈസ്റ്റ് ബംഗാൾ വരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പഞ്ചാബ് എഫ് സിയുമായി കടുപ്പമേറിയ മത്സരമായിരുന്നു കാഴ്ചവെച്ചത്. രണ്ടാം പകുതിയുടെ അധിക സമയത്തായിരുന്നു അവർ വിജയഗോൾ നേടിയത്. എന്നാൽ ഹോം ഗ്രൗണ്ടിലെ മറ്റൊരു തോൽവി ബ്ലാസ്റ്റേഴ്സിന് ഇനി ചിന്തിക്കാനാവില്ല. ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടാൽ അത് കളിക്കാരുടെയും ആരാധകരുടെയും മാനസികാവസ്ഥയെ കൂടുതൽ വഷളാക്കും. അതുകൊണ്ട് തന്നെ മികച്ച മത്സരം കാഴ്ചവെച്ച് മത്സരത്തിൽ വിജയിക്കാൻ ഉറച്ചാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. മറുഭാഗത്ത് ഈസ്റ്റ് ബംഗാൾ എടുത്തു നോക്കിയാൽ ബാക്ക് ടു ബാക്ക് എവേ ഗെയിമുകളോടെയാണ് അവർ രണ്ടാം മത്സരത്തിന് വരുന്നത്. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് അത് അല്പം നിർഭാഗ്യകരമാണ്. എന്നാൽ ലീഗ് ഘട്ടങ്ങളുടെ അവസാനത്തിൽ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കാൻ ടീമിന് വിജയിക്കേണ്ടത് ഈ എവേ മത്സരങ്ങളാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ബംഗളൂരു എഫ് സിക്കെതിരായ മോശം പ്രകടനത്തിന് ശേഷം ഈസ്റ്റ് ബംഗാളിന് അവരുടെ കളിയിൽ നിലവാരം ഇനിയും ഉയർത്തേണ്ടതുണ്ട്. കൊച്ചിയിലെ ഒരു വിജയമാണ് അവരും ലക്ഷ്യമിടുന്നത്. അഥവാ വിജയിക്കാൻ സാധിച്ചാൽ അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആരാധകരുടെ പിരിമുറുക്കം ലഘൂകരിക്കാനും സഹായിക്കും. ഒരു സമനില നേടിയാൽ പോലും അതും അവർക്ക് മികച്ചൊരു റിസൾട്ട് ആയിരിക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ന്യൂസ് എടുത്തു നോക്കിയാൽ അസുഖത്തിൽ നിന്നും പൂർണ്ണമായും കരകയറാൻ സാധിക്കാത്തതിനാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അഡ്രിയാൻ ലൂണയുടെ സേവനം ലഭിക്കില്ല. പ്രീ സീസൺ ക്യാമ്പയിനിൽ പരിക്കേറ്റ പ്രതിരോധ താരങ്ങളായ നിഷു കുമാറിന്റെയും ലക്രയുടെയും ഫിറ്റ്നസിൽ ഈസ്റ്റ് ബംഗാൾ ഇപ്പോഴും സംതൃപ്തരല്ല. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ 8 മത്സരങ്ങളാണ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിൽ 3 മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും 2 ഈസ്റ്റ് ബംഗാൾ വിജയിക്കുകയും ചെയ്തു. 3 മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. നാളെ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത 11 നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും. സന്ദീപ് സിംഗ്, പ്രീതം കോട്ടാൽ, ഡ്രിൻസിക്ക്, ഐബൻ ദോഹ്ലിംഗ്, വിവിൻ മോഹൻ, അലക്സാണ്ടർ, രാഹുൽ കെ പി, നോഹ, മുഹമ്മദ് ഐമൻ, ജീസസ് ജീവനസ് എന്നിവരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ ഇടം പിടിക്കുക. 4-2-3-1 ഫോർമേഷനിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സജ്ജമാക്കുക. ഈസ്റ്റ് ബംഗാൾ എടുത്തു നോക്കിയാൽ ഗോൾ കീപ്പറായി ഗില്ലും, മുഹമ്മദ് റാക്കിബ്, അൻവർ അലി, ഹിജാസ് മഹർ, മാർക്ക് സൊദാൻപുയ, ജീക്സൺ സിംഗ്, ക്രെസ്പോ, മാദിഹ് തലാൽ, നൌറം മഹേഷ് സിംഗ്, നന്ദകുമാർ ശേഖർ, ദിമിത്രി ഡയമണ്ടക്കോസ് എന്നിവരായിരിക്കും ഈസ്റ്റ് ബംഗാളിന്റെ ആദ്യ 11-ൽ കളിക്കുക എന്നാണ് സൂചന. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.